ആലപ്പുഴ നഗരസഭ സ്വച്ഛതാ ഹി സേവാ ക്യാമ്പിന്റെയും മാലിന്യമുക്ത നവകേരളം രണ്ടാം ഘട്ട ജനകീയ പദ്ധതിയുടെയും ഭാഗമായി ശുചിത്വ സന്ദേശ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. ആലപ്പുഴ ടൗൺ ഹാൾ മുതൽ SDV സ്കൂൾ ഗ്രൗണ്ട് വരെ ബഹുജന പങ്കാളിത്തത്തോടെ സംഘടിപ്പിച്ച ശുചിത്വ സന്ദേശ വിളംബര ഘോഷയാത്രയിൽ വിദ്യാർത്ഥികളടക്കം ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. ഒക്ടോബർ 2 മുതൽ 2025 മാർച്ച് 31 വരെ നീണ്ടുനിൽക്കുന്ന മാലിന്യമുക്തം നവകേരളം രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളിലൂടെ വൃത്തിയുള്ള കേരളം വലിച്ചെറിയൽ മുക്ത കേരളം എന്ന സമ്പൂർണ്ണ ലക്ഷ്യത്തിനായുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഒരുക്കമാവുന്നത്. ഇതിന് മുന്നോടിയായാണ് ബഹുജന പങ്കാളിത്തത്തോടെയുള്ള വർണ്ണാഭമായ ജാഥ സംഘടിപ്പിച്ചത്. പ്ലോട്ടുകളുടെയും താളമേളങ്ങളുടെയും അകമ്പടിയോടെ സംഘടിപ്പിച്ച ശുചിത്വ സന്ദേശ ജാഥയിൽ ജനപ്രതിനിധികൾ, കലാകായിക, രാഷ്ട്രീയ സാംസ്കാരിക പ്രതിനിധികൾ, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, കുടുംബശ്രീ റെസിഡൻസ് പ്രവർത്തകർ, അംഗൻവാടി ആശാവർക്കർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, സന്നദ്ധ യുവജന സംഘടനകൾ, വ്യാപാരി സംഘടനകൾ തുടങ്ങി നഗരത്തിലെ നാനാവിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചാണ് യാത്ര നടന്നത്. അമ്പലപ്പുഴ MLA H. സലാം ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. സമാപന സമ്മേളനം ആലപ്പുഴ MLA PP ചിത്തരഞ്ജൻ ഉദ്ഘാടനം ചെയ്തു. മികച്ച ശുചിത്വ സന്ദേശ റാലി അണിനിരന്ന സ്കൂളുകൾക്കും സംഘടനകൾക്കും നഗരസഭ പുരസ്കാരങ്ങൾ നൽകി. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ മനസ്സിൽ തന്നെ, ഇളം തലമുറയിൽ തന്നെ മാലിന്യങ്ങൾ അത് സംസ്കരിക്കേണ്ടതിൻ്റെയും അത് വലിച്ചെറിയാതിരിക്കുകയും ചെയ്യുക എന്നുള്ള സന്ദേശം നമുക്ക് എത്തിക്കേണ്ടത് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളതാണ്. ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം ആ ജനത ജീവിക്കുന്ന പ്രദേശത്തിൻ്റെ ശുദ്ധി അതവരുടെ ജീവിതത്തിൻ്റെ ഒരു വിശുദ്ധിയാണ്. ഏറ്റവും മികച്ച നിലയിൽ നമ്മുടെ സംസ്ഥാനം പല മേഖലയിലും നമുക്ക് നേട്ടം കരസ്ഥമാക്കാൻ കഴിയുമ്പോഴും ഇന്നും നമുക്ക് ഒരു വലിയ പ്രയാസം സൃഷ്ടിക്കുന്നതാണ് നമ്മുടെ ജലാശയങ്ങളിൽ, നമ്മുടെ പുഴകളിൽ, നമ്മുടെ നദികളിൽ, നമ്മുടെ തോടുകളിൽ ഒക്കെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന പ്രവണത ഇന്നും ഏറെ നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ അലക്ഷ്യമായി മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ ക്യാമ്പയിൻ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിലും അലക്ഷ്യമായി ഇപ്പോഴും വലിച്ചെറിയുന്ന പ്രവണത അതിൻ്റെ തോത് കുറഞ്ഞു വരുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. നിരന്തരമായ പ്രവർത്തനത്തിലൂടെ, നിരന്തരമായ ക്യാമ്പയിനിലൂടെ നമുക്ക് ജനങ്ങളെ ആകെ ഇക്കാലത്തിൽ ബോധവാന്മാരാക്കി മുഴുവൻ ജനങ്ങളുടെയും പങ്കാളിത്തത്തോടു കൂടി ഈ കേരളത്തിലെ ഏറ്റവും മികച്ച വൃത്തിയുള്ള നഗരം എന്നുള്ള പട്ടികയിലേക്ക് ഇന്ന് ആലപ്പുഴയ്ക്കുള്ള സ്ഥാനം ഒന്നുകൂടി നമുക്ക് ഉയർത്തിപ്പിടിക്കണം.